നൂരി की अम्मी चाय लेकर आई. നൂരിൻ്റെ ഉമ്മി ചായ ലേക്കർ ചായ എടുത്തിട്ട് വന്നു. ഉമ്മി के साथ बिल्ली भी म्याऊं म्याऊं करती है. ബില്ലി എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? കർത്തി. ഉമ്മി के साथ ഉമ്മിയുടെ കൂടെ ബില്ലി ബി മ്യാവും മ്യാവും കർത്തി ആയി. ദേക്കോ നോക്കൂ, യേ മേരി ബില്ലി ഹേ, ഇതെൻ്റെ പൂച്ചയാണ്. ഇസ്കാ നാം ലാലി ഹേ, ഇവളുടെ പേര് ലാലിയാണ്. ഇസ്കി ആംഗേ നീലി നീലി ഹായ്, ഇവളുടെ കണ്ണുകൾ നീലി നീലി ഹായ്. മേരെ സാത്ത് ചൽത്തി ഫിർത്തി ഹേ. म्याओ म्याओ लाली मेरी बिल्ली है, कितनी प्यारी लगती है, नीली आंखों वाली है, कितनी न्यारी लगती है, सुबह सवेरे उठती है, पास मेरे आ जाती है, हर जा चलती फिरती है, म्याऊ म्याऊ करती है. ഇതിലേതാ പുതിയ വാക്ക്? ന്യാരി, വിചിത്രമായ, വേറിട്ടത്. സുബഹ് സവേരെ, അതിരാവിലെ. ഉടുത്തി, എഴുന്നേൽക്കുക. പാസ് മേരെ, എൻ്റെ അടുത്ത്. ആ ജാത്തി, വരുന്നു. ചൽത്തി ഫിർത്തി, ചുറ്റിക്കറങ്ങ. അടുത്ത ക്വസ്റ്റ്യൻ, നൂരി की बिल्ली का नाम क्या है? നൂരിൻ്റെ ബില്ലിയുടെ പേരെന്താണ്? നമ്മൾ പാട്ടിലും പാട്ടിൻ്റെ മുന്നുള്ളതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പാഠഭാഗം വായിച്ചിട്ട് എഴുതട്ടോ, സെൻറ്റൻസ് ആക്കിയിട്ട് തന്നെ എഴുതണേ. നൂരി की बिल्ली का नाम, നൂരിൻ്റെ പൂച്ചയുടെ പേര്. ഇവിടെ സവാലിയ ലഫ്സ് ഏതാ? ചോദ്യപദം ക്യാ. ആ ക്യാ എന്ന് മാറ്റിയിട്ട് നമ്മൾ ആ ബില്ലിൻ്റെ പേര് ചേർക്കും, എന്നിട്ട് ഹേ എന്ന് എഴുതും. ബില്ലിക്ക് ആംഗ്യം കൈസി ഹേ, പൂച്ചയുടെ കണ്ണുകൾ എങ്ങനെയാണ്? ബില്ലി ക്യാ കർത്തി ഹേ, ബില്ലിയുടെ സൗണ്ട്, ബില്ലി എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? ബില്ലി ക്യാ കർത്തി ഹേ. ഇനി ഹമ്മാവാസ് അൽഫാസ് എഴുതാനാണ്. ഹമ്മാവാസ് അൽഫാസ്, ഒരേ സൗണ്ടുള്ള പദങ്ങൾ. इसमें से हम आवाज़ अल्फाज पहचानिए. हर जा चलती फिरती है, म्याऊं म्याऊं करती है. ഇതിൽ കണ്ടോ, ഫിർത്തി കർത്തി ഒരേ സൗണ്ടാണ്, എന്നാൽ ഈ പദങ്ങളുടെ ലാസ്റ്റ് അക്ഷരങ്ങൾ ഒരേപോലെ വരുന്നത് കണ്ടോ? തീ തീ, ഫിർത്തി കർത്തി. ഇതേപോലെ പേജ് നമ്പർ 33 നോക്കിയാൽ കാണാം. മച്ചാത്തി ഖാത്തി, ലാസ്റ്റ് രണ്ടു തീ എന്ന വരുന്നത്. മച്ചാത്തി കാത്തി. ബാലി കാലി, പറയുമ്പം ഏകദേശം ഒരേ സൗണ്ടാണ്, അതിൻ്റെ ലാസ്റ്റ് അക്ഷരങ്ങൾ ഒരുപോലെ ഉള്ളതാണ്. ഇതിന് പറയുന്നതാണ് ഹമ്മാവാസ് അൽഫാസ്. ഇനി നിങ്ങൾ പാഠഭാഗത്തിൽ ഇതിലുണ്ട് അതേപോലെ വരുന്ന വാക്കുകൾ, ഒരേ സൗണ്ട് വരുന്ന വാക്കുകൾ, അതിൻ്റെ ലാസ്റ്റ് അക്ഷരങ്ങൾ ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ നോക്കിയിട്ട് എഴുതി നോക്കട്ടോ. തസ്വീർ ഗൗർ സെ ദേഖിയേ, ശ്രദ്ധിച്ച് നോക്കൂ. ഇസ്മീം, ഇതിൽ ഏക് ജാൻവർ ഛുപാ ഹുവാ ഹേ, ഒരു മൃഗം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇസ്കാ നാം ലിഖിയേ, ഇതിൻ്റെ പേരെഴുതൂ. രംഗ് ഭരിയേ, കളറ് നൽകോ. എന്നിട്ട് ജുംല തയ്യാറാക്കാൻ. അപ്പം നിങ്ങൾ ഇത് അക്ഷരങ്ങൾ ചേർത്ത് വരച്ച് നോക്കട്ടോ, എന്നിട്ട് സെൻറ്റൻസ് എഴുതി നോക്കാം. യേ ഡേഷ് ഹേ, ഉസ്കാ നാം, അതിൻ്റെ പേര്. ഡേഷ് ഹേ, വോ ഡേഷ് കർത്തി ഹേ. ഇനി ഇവിടെ ഒരു പദ്യം തന്നത്. ബക്കരി മേരി ഭോലി ഭാലി, കുച്ചിത്തോ ഭൂരി കുച്ചിത്തോ കാലി, മേമേ കർക്കെ ഷോർ മച്ചാത്തി, പാനി പീത്തി ചാര ഖാത്തി. ഇതിലുണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഹമ്മാവാസ് അൽഫാസ്. ഇതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉദാഹരണമായിട്ട് നിങ്ങളെടുത്ത് എഴുതട്ടോ.
അടുത്തത് പാൽത്തു ജാൻവറും കെ നാം ചുൻകർ ലിഖിയെ. പാൽത്തു വളർത്തുന്ന ജാൻവർ മൃഗത്തിൻ്റെ നാം പേര് ചുൻകർ തിരഞ്ഞെടുത്ത് എഴുതാൻ. എന്തൊക്കെയാ തന്നത്? കുത്ത, ഷേർ, ഖർഗോഷ്, ബില്ലി, ബന്ദർ, ബക്കരി. ഇതിൽ ജംഗിളി ജാൻവറുണ്ട്, പാൽത്തു ജാൻവറുണ്ട്. ജംഗിളി എന്ന് പറയുന്നത് കാട്ടിലുള്ളത്, കാട്ടിൽ താമസിക്കുന്നത്. അപ്പം നമുക്ക് പാൽത്തു ജാൻവറിൻ്റെ പേര് മാത്രമാണ് എടുത്ത് എഴുതാൻ പറഞ്ഞത്. വളർത്തുന്ന മൃഗങ്ങളെ പേര് ഇതിൽ നോക്കിയിട്ട് എടുത്ത് എഴുതട്ടോ. എന്നിട്ട് अपने पसंदीदा पालतू जानवर के बारे में जुमले लिखिए. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പസന്ദീദ ഇഷ്ടപ്പെട്ട പാൽത്തു ജാൻവർ കെ ബാരെ മേ ലിഖിയെ. ഈ ഡേഷ് ഹേ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് ആ മൃഗത്തിൻ്റെ പേരാണ് ഇവിടെ വരിക. ഏക്ക് ഡേഷ് ഹേ ഇത് ഒരു വളർത്തുമൃഗമാണ്. വളർത്തുമൃഗം എന്നുള്ളതിൻ്റെ പേര് നമ്മൾ മുന്നേ പറഞ്ഞു, എടുത്തെഴുതട്ടോ. എന്നിട്ട് സെൻറ്റൻസ് തയ്യാറാക്കി നോക്കണേ. രംഗ് ഭരിയെ പഠിയെ അവർ ലിഖിയെ. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പേരും തന്നിട്ടുണ്ട്. ദവാത്, ദർവാസ, ധനിക്. സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതട്ടോ.